ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നോക്കാൻ പോകുന്നത് ബസ്സിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക. വീഡിയോനകത്ത് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ആദ്യം ഞങ്ങൾ ഫോട്ടോയുടെ ബോർഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന് ക്യാൻവാസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോൻ്റെ സൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക, ബാക്ക് പോകാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ട്രിം എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ഡ്യൂറേഷൻ 10 സെക്കൻഡ് ആക്കുക, ടിക്ക് കൊടുക്കുക. ഇത് നമുക്കിപ്പോൾ 10 സെക്കൻഡാണ്. ഇനി 2 പ്രാവശ്യം കോപ്പി ചെയ്യുക. അടുത്തത് സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫോട്ടോ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇതിൽ ഞാനിപ്പോൾ ഫോട്ടോ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു പ്ലസ് ബട്ടൺ, അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഫോട്ടോയിൽ കാണുന്ന ബൾബിലേക്ക് അലൈൻ ചെയ്യുക. ഈ എഫക്റ്റ് ഫുൾ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആരോ മാർക്ക് സെലക്ട് ചെയ്യുക, വീഡിയോ എൻഡ് കൊടുക്കുക. അടുത്തത് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ ഒരു ബൾബിൻ്റെ ഐക്കൺ കാണും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബൾബ് മിന്നുന്നൊരു എഫക്റ്റ് കിട്ടും. ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക, ബാക്കോട്ട് പോവുക. ഇപ്പോൾ ഞങ്ങൾ ഒരു ബൾബിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അടുത്ത ബൾബിലേക്ക് കൊണ്ടുപോയി വെക്കുക. അത് കഴിഞ്ഞാൽ എഡിറ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഈ സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എല്ലാ ബൾബിനും ഇത് കോപ്പി ചെയ്യുക, ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ ബൾബിൻ്റെ ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ 2 മിററിൻ്റെയാണ്. അപ്പോൾ സ്റ്റിക്കർ സെലക്ട് ചെയ്യുക, വേറൊരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, വീഡിയോ എൻ്റെ കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ കോപ്പി ചെയ്യുക, അടുത്ത മിററിൽ കൊണ്ടുപോയി വെക്കുക. ഇനി നമുക്ക് അടുത്ത 2 ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റിക്കർ സെലക്ട് ചെയ്യുക, അടുത്ത ലൈറ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ എഫക്റ്റ് നേരെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ടൈമും ലെങ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക.
അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഫിൽറ്ററും എഫക്റ്റും ആഡ് ചെയ്യാൻ വേണ്ടി ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിൽറ്ററും എഫക്റ്റും സെലക്ട് ചെയ്യാം. അടുത്തത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ട്രാക്സ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു വീഡിയോക്കകത്തെ മ്യൂസിക്കാണ്. അതിന് എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടിക്ക് ചെയ്യുക. സേവ് ചെയ്യാനായിട്ട് മുകളിൽ സേവ് എന്നൊരു ബട്ടൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ കൺവേർട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.